ആദ്യം ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇന്ന് അല്പം മുമ്പാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയും അസന്നിഗ്ധമായി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് മൂന്നാം രാജ്യത്തിന്റെ ഇടപെടലില്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇന്നലെ അയച്ച കത്ത് അതേറെ ദയനീയമായൊരു കത്തായിരുന്നു പാകിസ്ഥാന്റെ. ഞങ്ങൾ മരുഭൂമിയാകാൻ പോവുകയാണ്, പുനഃപരിശോധിക്കണം. പക്ഷേ തീവ്രവാദം മാത്രമെന്ന കാര്യത്തിൽ ഒരു തുള്ളി പോലും, ഒരു അല്പം പോലും പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. എത്ര സ്റ്റേണായ നിലപാടാണത്? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി ശ്രീ ജയശങ്കർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ത്യ ഡോണ്ട് വാണ്ട് എനി പ്രീച്ചേഴ്സ്, വി വാണ്ട് ഓൺലി പാർട്ട്നേഴ്സ്. നമുക്ക് പാർട്ട്നേഴ്സ് മാത്രം മതി, നിങ്ങൾക്കും എനിക്കും ഗുണകരമാകുന്ന കരാറുകൾ ഉണ്ടാക്കുന്നവർ, രണ്ട് രാജ്യത്തിനും പ്രയോജനകരമായി നിൽക്കുന്നവർ മാത്രം മതി നമുക്ക്. അല്ലാതെ നമ്മളെ ഉപദേശിക്കുവാനോ ആജ്ഞാപിക്കുവാനോ അല്ലെങ്കിൽ നല്ല വാക്ക് പറയാനോ ഒന്നും വരുന്നവരല്ല നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നത്. നമ്മളുമായി കറക്റ്റായിട്ട് ട്രേഡ് ബന്ധമായാലും അല്ലെങ്കിൽ സൗഹൃദ ബന്ധമായാലും പരസ്പരം പാർട്ട്ണർമാരെ പോലെ പെരുമാറണം. ഇത് അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ യൂറോപ്യൻ നേഷൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇത് അമേരിക്കയ്ക്കും കൂടെയുള്ള ഒരു താക്കീത പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു, ആണവായുധം വെച്ച് ഞങ്ങളെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ട. അതും അമേരിക്കയ്ക്കുള്ളൊരു സന്ദേശമാണ്. അതുപോലെ തന്നെ ട്രംപ് പല കാര്യങ്ങളായി ഇപ്പോൾ ഇന്ത്യയെ ഒന്ന് കൊച്ചാക്കുന്ന വിധത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഇന്നോ മറ്റോ ആണ് ആപ്പിളിൻ്റെ സിഇഒയുടെ അടുത്ത് അദ്ദേഹം ട്രംപ് പറയുകയുണ്ടായി, നിങ്ങൾ ഇന്ത്യയിൽ പോയി ആപ്പിളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, അത് അവർ ചെയ്തോളും, അവർക്കത് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളും, നമ്മളെന്തിനാണ് അതിനൊക്കെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡിൽ പലവിധ വേരിയേഷൻസ് വരുന്നത്, പ്രത്യേകിച്ച് ഈ രണ്ടാം ടേമിലെ ട്രംപ് ഒരുപാട് മാറിയിരിക്കുന്നു. ആദ്യത്തെ ടേമിലെ ട്രംപിനേക്കാൾ വ്യത്യസ്തനായ ഒരു ട്രംപാണ് രണ്ടാം ടേമിൽ ഇന്ത്യയുമായി ഉള്ള ബന്ധത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം ഡോളറിൻ്റെ ഇടിവാണ്. ആ ഡോളറിന് ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന മാന്ദ്യമാണ്. അത് ശ്രീ ജയശങ്കർ അടക്കമുള്ളവർ ഈ ലോകത്തെ 25ഓളം രാഷ്ട്രങ്ങളിൽ നമ്മൾ തദ്ദേശീയ കറൻസി കൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു ആ രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ റുപ്പിയും അവരുടെ കറൻസിയുമായി ബന്ധപ്പെടുത്തി പരസ്പരം കച്ചവടം നടത്താനുള്ള, വിൽക്കൽ വാങ്ങൽ നടത്താനുള്ള ഒരു എഗ്രിമെൻറ്റ് 25ഓളം രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ചെറുതായൊന്നുമല്ല അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. കാരണം എല്ലാവരും സ്വർണം പോലെയാണ് ഡോളർ എപ്പോഴും ഓരോ രാജ്യത്തിൻ്റെയും പക്കൽ ഉണ്ടാവുക, അവരങ്ങനത്തെ ഒരു ഡെപ്പോസിറ്റ് സൂക്ഷിക്കുക ഒക്കെ പതിവുണ്ട്. കാരണം ഇത് വിറ്റ് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ കരാറിൽ അങ്ങനെ പലയിടത്തും 25ഓളം രാഷ്ട്രങ്ങൾ ഇടപെട്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ കറൻസി വെച്ച് ട്രാൻസാക്ഷൻ നടത്താമെന്ന്. അതുപോലെ തന്നെ ബ്രിക് രാഷ്ട്രങ്ങൾ അവർ ഒരു പ്രത്യേക കറൻസി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ട്രംപിന് വളരെ ആശങ്കയുണ്ട്. അല്ല, ആഗോള സമാധാനത്തിന്റെ അപ്പോസ്തലനാകാൻ ശ്രമിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത് എന്നുള്ളതാണ്. ഇത് അതിനിടയ്ക്ക് അദ്ദേഹം വളരെ കൃത്യമായി അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ സമാധാന ശ്രമം എന്ന് പറയുന്നത് ഇതിലൊരു മറയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ മറയുണ്ട്. അദ്ദേഹം വളരെ ക്രൂരമായി പല കാര്യങ്ങളിലും നടപടിയെടുക്കുകയും അതേസമയം സമാധാനം നിലനിർത്താനാണ് എൻ്റെ എല്ലാ ശ്രമങ്ങളെന്നും പറയുകയും ചെയ്യുന്ന ശൈലി അദ്ദേഹം അയൽ രാഷ്ട്രങ്ങളോട് പോലും ചെയ്തുകൊണ്ടിരിക്കുകയും കാനഡയോട് കാണിച്ചുകൊണ്ടിരിക്കുകയും യൂറോപ്പിനെ മിക്ക രാഷ്ട്രങ്ങളോടും കാണിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാരിഫ് ഹൈക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗാംബ്ലിംഗ് ഗെയിം പോലെയാണ് നടത്തിയത്. അദ്ദേഹം ലോകത്ത് നിന്നിരുന്ന ഒരു വ്യാപാര ക്രമത്തിനെ അദ്ദേഹം അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുവഴി പല രാഷ്ട്രങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും അസംതൃപ്തി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും തമ്മിൽ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ചൈന വളരെ സ്റ്റേണായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ചൈനയുടെ കാര്യം വേണ്ട രീതിയിൽ നടന്നു. അവരുടെ ടാരിഫിൽ 110% താഴേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഇത് എല്ലാം കാണിക്കുന്നത് അമേരിക്കയായാലും യൂറോപ്പായാലും നമ്മൾ നേരെ ചൊവ്വേ നമ്മുടെ നട്ടല് നിവർത്തി നിന്നില്ലെങ്കിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യ ഇത്രയും നാൾ അത്തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത്തരം ചൂഷണത്തിന് ഇന്ത്യ തയ്യാറല്ല എന്ന് പറയുന്നതാണ് നമുക്ക് നേരെ പലരും വിരൽ ചൂണ്ടുന്നതും. നമ്മളെ ഇപ്പോൾ പാകിസ്ഥാനെ US വളരെ നിസ്സാരമായി കണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് പോലും ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. US പറയുന്നത് നമ്മളും പാകിസ്ഥാനും കൂടെ
ഒരു ഡിന്നർ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ല എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം 1000 വർഷം അതൊരു മണ്ടത്തരം പറഞ്ഞു. 1000 വർഷത്തിന്റെ പഴക്കമുണ്ടെന്ന് ഒരു മണ്ടത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഡിന്നറിന് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് ബന്ധം? 1000 വർഷമുള്ള പ്രശ്നം ഒരു ഡിന്നറിന് ഇരുന്നാൽ തീരുവോ? അപ്പൊ ഇന്ത്യയുടെ പ്രശ്നം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, അതിന്റെ രൂക്ഷത, അത് എത്ര വർഷമായി ഇത് നടക്കുന്നു, അത് ഏത് വിഷയത്തിലാണ്, ഇതൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല. അദ്ദേഹം അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രീ ജയശങ്കറിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. ശ്രീ ഡിന്നി, ഇവിടെ